ഒരു നാടിന്റെ കുറെ കാഴ്ചകൾ കാണുകയും അവിടുത്തെ റെസ്റ്റോറന്റുകളിൽ പോയി എന്തെങ്കിലും വാങ്ങി കഴിക്കുകയും കുറച്ച് കള്ള് കുടിക്കുകയും കുറെ ഷോപ്പിംഗ് നടത്തുകയും യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഏതുവഴിയൊക്കെ പോയി എന്ന് പോലും നിശ്ചയമില്ലാതെ മടങ്ങി വരികയും ചെയ്യുന്നതല്ല യാത്രകൾ എന്നും സഞ്ചാരമെന്നും. പോകുന്ന ഓരോ മണ്ണിന്റെയും കഥകൾ അറിഞ്ഞിരിക്കുകയും അതിന്റെ ചരിത്രം അറിയുകയും നമ്മൾ കാലുകുത്തുന്ന ഓരോ പാറക്കഷ്ണത്തിന്റെയും പിന്നിൽ ചരിത്രം കടന്നുപോയ ഒരു കഥ പറയാനുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് സഞ്ചാരം എന്ന് ഞാൻ പഠിച്ചത് ഇത്തരം യാത്രകളിലൂടെയാണ്. ഇതിൻ്റെ കരിമ്പിൻ്റെ നീരെടുത്തിട്ട് അവർ ഒരു 1000 ലിറ്ററോളം കൊള്ളുന്ന ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാത്രത്തിന് കൊപ്ര എന്നാണ് പറയുന്നത്. അങ്ങനെ കരിമ്പ് പിഴിഞ്ഞെടുത്ത് വേസ്റ്റാണ് ഈ അടുപ്പ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കൊപ്രയിലിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിൻ്റെ അംശം നന്നായി മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ മറ്റൊരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക് അത് പകർത്തി വയ്ക്കും. ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഉരുട്ടിയെടുത്താണ് ശർക്കര ഉണ്ടകൾ ഉണ്ടാക്കുന്നത്. മറയൂർ ശർക്കരയ്ക്ക് കടുത്ത തവിട്ട് നിറമായിട്ടുള്ളത്. മറ്റ് ശർക്കരകൾ പോലെ ബ്ലീച്ചിങ് നടത്താനായിട്ട് ഇവർ യാതൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഗുണനിലവാരം വളരെ കൂടുതലാണ്. മറ്റ് ശർക്കരയേക്കാൾ ഉപ്പിൻ്റെ അംശം കുറവും അതുപോലെ തന്നെ നല്ല മധുരമാണ് ഈ മറയൂർ ശർക്കരയ്ക്ക്. അതുപോലെ തന്നെ ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയവയുടെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മറയൂർ ശർക്കരയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതയും ഗുണനിലവാരങ്ങളും നന്നായിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം